കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ തെളിവെടുപ്പ് ആരംഭിച്ചു. പ്രതി നിതീഷിനെ കൊലപാതകം നടന്ന കാഞ്ചിയാറിലെ വീട്ടിലെത്തിച്ചു. വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായി വീടിന്റെ തറ പൊളിച്ച് പരിശോധന നടത്തും. കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വിജയനെ കൊലപ്പെടുത്തിയത് ഭാര്യയുടെയും മകന്റെയും സഹായത്തോടെയെന്ന് നിതീഷ് മൊഴി നൽകി. ഇരുവരെയും പ്രതി ചേർത്തു. മുഖ്യപ്രതി നിതീഷ് തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കൊലപാതക ശേഷം കുഞ്ഞിന്റെ മൃതദേഹം തൊഴുത്തിനുള്ളിൽ കുഴിച്ചുമൂടി. വീട്ടിൽ പൂജ നടത്തിയതിന്റെ ലക്ഷണങ്ങളുണ്ടെന്ന് പഞ്ചായത്ത് അംഗം രമാ മനോഹരൻ. കുഴിച്ചിട്ട മുറിയുടെ ഒരു 3 അടിയോളം അകലത്തിലാണ് ഒരു കുഴി എടുത്തിരിക്കുന്നത്. ആ കുഴി മൂടിയിട്ടുണ്ട്, പക്ഷേ മൂടിയത് വ്യക്തമായിട്ട് മൂടിയിട്ടില്ല. സിമെന്റ് ഇട്ട് തറയൊക്കെ ഇപ്പോഴും ഒരു കുഴിയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. വ്യത്യസ്തമായിട്ട് തന്നെ കിടക്കുന്നത്. നമുക്ക് കണ്ടാൽ അത് മനസ്സിലാകുന്ന വീടിൻ്റെ അകം മൊത്തം പ്ലാസ്റ്റിക് കൂടുകളും ചാക്കുകളും ഒക്കെയാണ്, തുണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിജയന്റെ മൃതദേഹം അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് ഇപ്പോൾ ഈ കാഞ്ചിയാറിലെ വീട്ടിൽ നടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികളാണ് ഉള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാന പ്രതി നിതീഷ് തന്നെയാണ്. നിതീഷിനെ ഇവിടെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ വീടിന്റെ തറ പൊളിച്ച് പരിശോധന നടത്തണം, മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തണമെങ്കിൽ. മാത്രമല്ല, മറ്റുള്ള 2 പ്രതികൾ എന്ന് പറയുന്നത് വിജയന്റെ ഭാര്യയായിട്ടുള്ള സുമ, അതുപോലെ തന്നെ മകൻ വിഷ്ണു എന്നിവരാണ്. ഇവരെ 2 പേരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഇവരെ 2 പേരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉടനെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിലവിൽ ഈ തറ പൊളിച്ചുള്ള പരിശോധന തുടങ്ങിയിട്ടില്ല. ഫോറൻസിക് സർജൻ എത്തിയെങ്കിൽ മാത്രമേ ആ പരിശോധന തുടങ്ങാൻ കഴിയുകയുള്ളൂ. അവർ ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ അല്പം സമയം കൂടി താമസമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എത്തിയാൽ ഉടൻ തന്നെ തറ പൊളിച്ച് പരിശോധന തുടങ്ങും. ഇവിടെ നിന്ന് ഈ സംശയത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടുതൽ കിട്ടിയാൽ, അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയാൽ അടുത്ത നടപടികളിലേക്ക് പോകും. 2016 ഒരു കുട്ടിയെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത് കട്ടപ്പനയിലെ മറ്റൊരു വീട്ടിലാണ്. അവിടെ എത്തി ആ വീടിനോട് ചേർന്നുള്ള ഒരു തൊഴുത്തിലാണ് ആ കുട്ടിയെ മറവ് ചെയ്തിരിക്കുന്നത്. അവിടെയും പരിശോധന നടത്തും. അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2016 കൊലപാതകം ഒരു ദുരഭിമാന കൊല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വിജയന്റെ മകൾക്കും നിതീഷിനും ജനിച്ച കുട്ടിയാണ് 4 ദിവസം പ്രായമായപ്പോഴേക്കും കൊല്ലപ്പെടുന്നത്. ആ കുട്ടിയെ കൊല ചെയ്യുന്നതിന് വേണ്ടി കാലിൽ തൂക്കി നിതീഷിന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തത് വിജയനും ഈ കൊല്ലപ്പെട്ട വിജയനും ആ കേസിൽ പ്രതിയാണെന്ന് FIR പറയുന്നുണ്ട്. അതിനുശേഷം ഈ കുട്ടിയെ നിതീഷിന്റെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം തലയണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ FIR വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ തൊഴുത്തിൽ കൊണ്ട് കുഴിച്ചിടുന്നത്. 2023 ആഗസ്റ്റിലാണ് വിജയൻ കൊല്ലപ്പെടുന്നത്. ഇവർ തമ്മിലുണ്ടായ, നിതീഷും വിജയനും തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ആ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടിന്റെ ഹാളിലിരുന്ന, കസേരയിലിരുന്ന വിജയനെ കഴുത്തിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ച് താഴെ ഇട്ടതിന് ശേഷം ചുറ്റിയ കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി എന്നാണ് FIR കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൊഴിയായിട്ട് നിതീഷ് പോലീസിനോട് പറയുകയും ചെയ്തിരിക്കുന്നത്. ഈ മൃതദേഹം മറവ് ചെയ്യുന്നതിനടക്കം ഈ വിജയന്റെ ഭാര്യ സുമയും അതുപോലെ തന്നെ മകൻ വിഷ്ണുവും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു 2 പേർക്കെതിരായിട്ടുള്ള കുറ്റവും. എന്തായാലും ഇവിടെ ഈ പരിശോധന പൂർത്തിയായെങ്കിൽ മാത്രമേ കൂടുതൽ തെളിവുകൾ, ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ മറ്റു കൂടുതൽ നടപടികളിലേക്ക് പോലീസിന് നീങ്ങാനും കഴിയുകയുള്ളൂ. നമ്മളോട് ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ ഈ വാർഡിന്റെ മെമ്പറായിട്ടുള്ള രമാ മനോഹരൻ ചേരുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം അവിടെ വീടിന്റെ അകത്ത് കയറി കാണുകയും ചെയ്തിട്ടുള്ളതാണ്. ആ വീടിന്റെ അകത്ത് എന്തെങ്കിലും ദുരൂഹമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്? ഒരു തോക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരുപാട് ചാക്കിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. കവറിൻ്റെ അകത്തൊക്കെ ആയിട്ട് പല മൂലകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ശകലം പോലും ഗ്യാപ്പില്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. തുണിയൊക്കെ വാരിക്കൊട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ പൂജ നടന്നതായിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊലപാതകത്തിനപ്പുറത്തേക്ക് വലിയ ദുരൂഹതകൾ ഇപ്പോഴും ഈ വീട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കൂടിയാണ് ഈ പഞ്ചായത്ത് മെമ്പറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്.